സ്വന്തം ഫോട്ടോ കഥയുടെ കൂടെയോ കവിതയുടെ കൂടെയോ ഇട്ടാൽ റീച്ച് കൂടുമെന്നാണ് ഫേസ്ബുക്കിലെ നിയമം. മിക്കവരും ഇടുന്നുണ്ട്, അതിലൊരു തെറ്റുമില്ല. എന്നാൽ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം പാതിരാത്രിക്ക് എണീറ്റ് അത് എഡിറ്റ് ചെയ്ത് ഫോട്ടോ മാറ്റുന്നവരെ കുറിച്ചാണ് ഈ കഥ. രംഗം 1. രാത്രി 10 FB. മൈമുന ഫിറോസ് ഒരു കവിത എഴുതി. സാധാരണ മൈമുന അങ്ങനെ എഴുതാറില്ല. പെരുമഴയും പ്രളയവും എപ്പോഴും സംഭവിക്കുന്നതല്ലല്ലോ. ദൈവം നിശ്ചയിക്കുമ്പോൾ അത് വരും, നാശം വിതച്ചു പോകും, അത്ര തന്നെ. മൈമുന ആ കവിത ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റാൻ തീരുമാനിച്ചു. മകൾ എന്നായിരുന്നു കവിതയുടെ തലക്കെട്ട്. കവിതയുടെ കൂടെ തന്റെ മകളുടെ ഫോട്ടോ കൂടെ ചേർത്ത് അത് FBയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മൈമുനയ്ക്ക് തൃപ്തിയായി. അതിനുശേഷം സന്തോഷത്തോടെ അവൾ കിടന്നുറങ്ങി. രംഗം 2. രാത്രി 10:30. എന്നും പോലെ അന്നും FBയിലെ തിരുവോരങ്ങളിലൂടെ കാഴ്ചകൾ കണ്ട് രോമാഞ്ചാലസ്യ വിനോദ ലഹരിയിൽ മുഴുകി നടക്കുകയായിരുന്നു രമേശൻ. കാണുന്നവർക്കൊക്കെ സ്നേഹവും ഉമ്മയും പൂച്ചെണ്ടുമൊക്കെ നൽകി അതിയാൻ നടന്നു നീങ്ങുന്നതിനിടെ ഒരു കാഴ്ച കണ്ടു. ഒരു പെൺകുഞ്ഞിന്റെ ഫോട്ടോ. ഹായ്, എന്ത് ക്യൂട്ടി! പെൺകുഞ്ഞുങ്ങളില്ലാത്ത രമേശന് ആ ചിത്രം കണ്ട് വാത്സല്യം കയറി അങ്ങ് പെരുത്തു. ഉടനെ ആ ചിത്രത്തിന് ലൈക്കല്ല, ഒരു സ്നേഹം, ഒരു ഹൃദയം അത് തന്നെ നൽകി രമേശൻ. സാധാരണ രമേശൻ ഫോട്ടോകൾക്ക് സ്നേഹം അങ്ങനെ നൽകാറുള്ളതല്ല. ഇതൊരു കുഞ്ഞല്ലേ, ഒരു പെൺകുഞ്ഞ്, കൊടുത്തേക്കാം. അതിലും നിന്നില്ല രമേശന്റെ അതിവാത്സല്യം. അവൻ ഒരു കമന്റ് രചിച്ചു. ഒരു ഉമ്മ തരാൻ തോന്നുന്നു മോളെ. രമേശൻ കവിതയ്ക്കല്ല കമന്റ് അടിച്ചത്, ഫോട്ടോയ്ക്കാണ്. കവിത സത്യത്തിൽ രമേശൻ കണ്ടിരുന്നില്ല. കവിതയും ഫോട്ടോയും ഒരുമിച്ചിട്ട മൈമുനയുടേതാണ് പിഴ. രംഗം 3. രാത്രി 11 മണി. ഒന്നുറങ്ങി എണീറ്റ മൈമുന ഫിറോസിനെ നോക്കി. ഫിറോസ് തൃപ്തനാണ്. ആ കൂർക്കമ്പലി കേട്ടാലറിയാം, സമ്പൂർണ്ണ തൃപ്തനാണ്. അത് ആ കൂർക്കമ്പലിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷെ അവൾ തൃപ്തയായിരുന്നില്ല. ഇന്ന് പോസ്റ്റ് ചെയ്ത കവിതയ്ക്ക് കിട്ടിയ ലൈക്കിന്റെ എണ്ണം അറിഞ്ഞാലേ മനസ്സിനൊരു പരിപൂർണ തൃപ്തി വരൂ. അവൾ ഫേസ്ബുക്ക് തുറന്നു. മൈ ഗോഡ്സ്, ലൈക്ക് തീരെ കുറവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എവിടെ സുക്കർബർഗ്? എന്താണ് അയാൾക്ക് FBയിൽ ജോലി? അയാൾ മര്യാദയ്ക്ക് പണിയെടുത്തിരുന്നെങ്കിൽ എന്റെ ഈ പോസ്റ്റിന് ഈ ഗതി വരുമായിരുന്നോ? അയാളെ പിരിച്ചുവിടാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. മൈമുന അലറി. സാവകാശം ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് മൈമുനയ്ക്കൊരു ശുദ്ധ സത്യം മനസ്സിലേക്ക് വീണത്. താൻ സ്ഥിരമായി തന്റെ കവിതകൾക്കൊപ്പം തന്റെ ഫോട്ടോയാണ് ഇടാറുള്ളത്. അപ്പോഴൊക്കെ കുട്ടക്കണക്കിന് ലൈക്ക് കിട്ടിയിരുന്നു. ഇന്ന് മകളുടെ ഫോട്ടോയാണ് ഇട്ടത്. അത് മകളെക്കുറിച്ചുള്ള കവിതയായതുകൊണ്ടാണ്. പക്ഷേ ദരിദ്രമാനസ ശവനാറി പൂക്കൾക്ക് അത് മനസ്സിലായിട്ടില്ല. എന്തു ചെയ്യാം, കവിതയുടെ വിധി. മൈമുന തലയിൽ കൈവച്ചിരുന്നു. അതിനുശേഷം മൈമുന മകളുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് തന്റെ ഒരു ഫോട്ടോ കവിതയ്ക്കൊപ്പം പകരം ചേർത്തു. കവിതയ്ക്ക് റീച്ചും ലൈക്കും കൂടണം, ഇല്ലെങ്കിൽ ചത്താ മതി. രംഗം 4. അതേ രാത്രി 11:30 മണി. രാത്രിയുടെ ഈ കരാള കഠോരയാമത്തിൽ രമേശന്റെ ഭാര്യ രംഭ രമേശൻ ഫേസ്ബുക്കിലേക്ക് കാലെടുത്തു വച്ചു. രമേശൻ രംഭയുടെ മ്യൂച്വൽ ഫ്രണ്ടാണ്. രംഭ ഫേസ്ബുക്കിലേക്ക് കയറിയ ഉടനെ കുടുംബം കലക്കുന്നതിൽ വിരുദ്ധനായ സുക്കർബർഗ് ഒരു സംഗതി രംഭയ്ക്ക് മുന്നിൽ കൊണ്ടിട്ടു. രമേശൻ ആൻഡ് 4 other people കമന്റ്സ് ഹാഷ് ബുഷ് ഷീ. ഇതായിരുന്നു രംഭയ്ക്ക് കിട്ടിയ നോട്ടിഫിക്കേഷൻ. എന്നുവച്ചാൽ രമേശനും മറ്റു കുറച്ച് ഫ്രണ്ട്സും കമന്റ് ചെയ്ത് അനുഗ്രഹിച്ച പോസ്റ്റാണ് താഴെ കാണുന്നത്. ഈ ഷുക്കൂർബർഗിന് ഇതിന്റെ വല്ല കാര്യവുമുണ്ടോ? പരദൂഷണം നല്ല പണിയാണോ? രംഭ നോക്കിയപ്പോൾ ഒരു അതീവ സുന്ദരിയുടെ ഫോട്ടോ, മൈമുന ഫിറോസ്. അവിടെയും ഇവിടെയുമൊക്കെ കാണാം. ആഹാ, എന്റെ ഭർത്താവ് ഇതിൽ കമന്റ് ഇട്ടോ? കാണണമല്ലോ. തന്റെ ഭർത്താവ് ആ ഫോട്ടോയ്ക്കിട്ട കമന്റ് അവൾ ആ പോസ്റ്റിൽ തിരഞ്ഞു. മൈമുനയുടെ കവിത രംഭയും കണ്ടില്ല. ഒടുവിൽ അവൾക്ക് രമേശന്റെ കമന്റ് കിട്ടി. ഒരു ഉമ്മ തരാൻ തോന്നുന്നു മോളെ, അതായിരുന്നു കമന്റ്. ആ കമന്റ് കണ്ട രംഭ നീലിയായി. മുഖത്ത് അതിരൗദ്രഭാവം, ചുവന്ന വെളിച്ചം, രക്തവർണം, രക്തദാഹം. ഓ. രംഗം 5. പ്രഭാതം. രമേശന്റെ ഒരു FB സുഹൃത്തിന്റെ വീട്. സുഹൃത്ത് ലൈവിൽ വന്ന് പറയുകയാണ്, രമേശൻ ഫേസ്ബുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തോ, അതോ അവന്റെ ഫോൺ തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞോ, അല്ലെങ്കിൽ അവൻ മൃഗീയമായി വധിക്കപ്പെട്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോ ഇല്ല.